നമസ്കാരം. സോക്രട്ടീസിന് മരണശേഷം എന്ത് സംഭവിച്ചു? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വെറുതെ ഒരു ചോദ്യമല്ല, കാരണം പ്ലേറ്റോയുടെ എൻഡർ മിത്ത് എന്നൊരു പുരാതന ഗ്രീക്ക് കഥയുണ്ട്. അതിൽ ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ ഒഴിഞ്ഞിരിപ്പുണ്ടെന്നാണ് നമ്മുടെ ഇന്നത്തെ സോഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ശരിക്കും അങ്ങ് കുഴിച്ചെടുത്ത് നോക്കിയാലോ? അതെ, അതാണ് ചോദ്യം. ഏകദേശം 2400 വർഷം പഴക്കമുള്ള, ഒരുപക്ഷെ നമ്മളൊക്കെ കെട്ടുകഥയെന്ന് തള്ളിക്കളയുന്നൊരു ഗ്രീക്ക് മിഥിന് ദൈവീകമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചുവെക്കാൻ കഴിയുമോ? ഈയൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോ ഈ മിത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിനു മുൻപ് നമ്മളൊരു പ്രധാനപ്പെട്ട ആശയം മനസ്സിലാക്കണം. നമ്മുടെ സോഴ്സ് പറയുന്നത് ഇതാണ്: ഓരോ കാലഘട്ടത്തിലും വരുന്ന ദൈവദൂതന്മാർ അഥവാ പ്രവാചകന്മാർ സംസാരിക്കുന്നത് അന്നത്തെ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഭാഷയിലായിരിക്കും. എന്തിനാണെന്നോ, അവരുടെ സന്ദേശം ആളുകളിലേക്ക് എത്താനും അവർക്കത് വിശ്വസിക്കാൻ കഴിയാനും വേണ്ടിയാണത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മോശയുടെ കാലത്ത് ആളുകൾക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിരുന്നത് മാന്ത്രിക വിദ്യയിലായിരുന്നു. യേശുവിന്റെ കാലത്ത് അത് രോഗം മാറ്റുന്നതിലായിരുന്നു, അല്ലേ? അപ്പൊ നമ്മുടെ സോഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ പ്ലേറ്റോയുടെയും സോക്രട്ടീസിന്റെയും കാലത്ത് ആളുകൾക്ക് ഏറ്റവും താൽപ്പര്യം പുരാണങ്ങളിലായിരുന്നു. അതുകൊണ്ട് അവരുടെ ദൈവിക സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ അവർ തിരഞ്ഞെടുത്ത മീഡിയം പുരാണങ്ങളായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഇതിലെ ഹീറോ എന്ന് പറയാൻ പറ്റുന്ന ആള് എയർ എന്നൊരു പടയാളിയാണ്. പുള്ളി ഒരു യുദ്ധത്തിൽ മരിച്ചു. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. 10 ദിവസത്തേക്ക് എയർ മരണത്തിനപ്പുറമുള്ളൊരു ലോകം കാണുന്നു. എന്നിട്ട് അവിടെ കണ്ട ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ വേണ്ടി മാത്രം തിരിച്ചു വരുന്നു. അപ്പോ ആ ലോകത്തെത്തിയർ ആദ്യം കാണുന്നത് ഒരു വലിയ വിചാരണയാണ്. ശരിക്കും ഒരു കോടതി പോലെ. അവിടെ കുറേ ന്യായാധിപന്മാരിയ്ക്കുന്നു. അവർ ഓരോ ആത്മാവിനെയും വിളിച്ച് വിസ്തരിക്കുകയാണ്. ഭൂമിയിൽ വെച്ച് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് ഓരോരുത്തരുടെയും വിധി തീരുമാനിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സോഴ്സ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കണക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ല കാര്യങ്ങൾ ചെയ്തവർ മുകളിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് പോകുന്നു. തെറ്റ് ചെയ്തവർ താഴേക്ക്, അതായത് നരകത്തിലേക്ക്. ഈ ഒരു ആശയം ഇന്ന് നമുക്ക് വളരെ പരിചിതമായ പല മതഗ്രന്ഥങ്ങളിലും കാണുന്ന ന്യായവിധി ദിവസവുമായിട്ട് എത്രത്തോളം സാമ്യമുണ്ടല്ലേ? പക്ഷേ ഈ വിചാരണ കഴിഞ്ഞെന്ന് കരുതി കഥയൊന്നും തീരുന്നില്ല. ഓരോരുത്തരും അവരവരുടെ ശിക്ഷയോ അല്ലെങ്കിൽ സമ്മാനമോ ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരിടത്തൊത്തുകൂടുകയാണ്, ഒരു വലിയ പുൽമേട്ടിൽ. അവിടെ വെച്ചാണ് യാത്രയുടെ അടുത്ത ഘട്ടം തുടങ്ങുന്നത്. അപ്പോ ഈ സ്വർഗത്തിലായാലും നരകത്തിലായാലും അവർക്കൊരു കാലാവധിയുണ്ട്. എത്രയാണെന്നറിയോ? കൃത്യം 1000 വർഷം. ഈ 1000 വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്കവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റൂ. ഈ 1000 എന്ന സംഖ്യ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മുടെ സോഴ്സ് വളരെ നിർണായകമായൊരു പോയിന്റ് പറയുന്നത്. അതായത്, മരണശേഷമുള്ള ജീവിതം എന്നേക്കുമുള്ളതല്ല, അതൊരു 1000 വർഷത്തെ താൽക്കാലിക സ്റ്റേജും മാത്രമാണ്. ഇത് ശരിക്കും നിത്യനരകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആശയങ്ങളെ ചോദ്യം ചെയ്യുന്നില്ലേ? പകരം പുനർജന്മം എന്ന സാധ്യതയിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. അപ്പോ ഈ 1000 വർഷത്തെ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞ് ആത്മാക്കൾ ഒരു യാത്ര പോവുകയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിലേക്ക്. എന്തിനാണെന്നോ, ഒരുപക്ഷേ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുക്കാൻ, തങ്ങളുടെ അടുത്ത ജന്മം എന്തായിരിക്കണമെന്ന് സ്വയം തീരുമാനിക്കാൻ. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ വിധി നിങ്ങൾക്കായി മറ്റാരും തെരഞ്ഞെടുക്കില്ല. നിങ്ങളത് സ്വയം തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നമ്മുടെ വിധി മറ്റാരോ എഴുതിയതല്ല, നമ്മൾ തന്നെ തെരഞ്ഞെടുക്കുന്നതാണെന്ന്. വിധിയെയും നമ്മുടെ സ്വന്തം ഇച്ഛാശക്തിയെയും കുറിച്ചുള്ള എത്ര ശക്തമായൊരു സ്റ്റേറ്റ്മെന്റാണിതല്ലേ? അപ്പോ നമ്മുടെ സോഴ്സ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ജനിക്കുന്നതിനു മുൻപ് തന്നെ നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, ദാരിദ്ര്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തെരഞ്ഞെടുക്കുന്നുമുണ്ട്. അതാണ് വിധി. പക്ഷേ ആ സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നല്ലവരാകണോ ചീത്തയാകണോ എന്നതൊക്കെ നമ്മുടെ കയ്യിലാണ്. അതാണ് ഇച്ഛാശക്തി. ഇവിടെയാണ് എർ ഒരു രസകരമായ കാര്യം കാണുന്നത്. സ്വർഗത്തിലെ സുഖത്തിൽ നിന്ന് വന്ന ആത്മാക്കളുണ്ടല്ലോ, അവര് പലപ്പോഴും അത്യാഗ്രഹം മൂത്ത് വളരെ മോശം ജീവിതങ്ങൾ തെരഞ്ഞെടുത്തു. എന്നാൽ നരകത്തിലെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വന്നവർ വളരെ ശ്രദ്ധയോടെയും വിവേകത്തോടെയുമാണ് അടുത്ത ജീവിതം തെരഞ്ഞെടുത്തത്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? കഷ്ടപ്പാടുകൾ നമ്മളെ എത്രത്തോളം അച്ചടക്കം പഠിപ്പിക്കുന്നു എന്നല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും അവരവരുടെ അടുത്ത ജീവിതമൊക്കെ തെരഞ്ഞെടുത്തു. ഇനി നേരെ ഭൂമിയിലേക്ക് തിരിച്ചു പോകാമെന്ന് വെച്ചാൽ പറ്റില്ല. അതിനു മുൻപ് ഒരു കടമ്പ് കൂടിയുണ്ട്. അതാണ് മറവിയുടെ നദി.
ഈ മറവിയുടെ നദി എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സിന്റെ അഭിപ്രായത്തില് പല പുരാതന സംസ്കാരങ്ങളിലും കാണുന്ന ഒരു ആശയമാണ്, ശരിയല്ലേ? ഒരു പുതിയ ജീവിതം ഫ്രഷ് ആയിട്ട് തുടങ്ങണമെങ്കിൽ പഴയ ഓർമ്മകളൊക്കെ ഒന്നും മായ്ക്കേണ്ടേ? അതിനു വേണ്ടിയുള്ളതാണ് ഈ നദി. പക്ഷേ ഈ നദിക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. അതിലെ വെള്ളം എല്ലാവരും കുടിക്കണം, നിർബന്ധമാണ്. പക്ഷെ എന്ത് മാത്രം കുടിക്കണമെന്നതിലൊരു കണക്കുണ്ട്. ചിലര് കുറച്ചേ കുടിക്കൂ. അവർക്ക് കഴിഞ്ഞ ജന്മത്തിലെ ചില മങ്ങിയ ഓർമ്മകൾ ബാക്കിയുണ്ടാവും. ഈ നേരിയ ഓർമ്മകളാണ് അവരുടെ പുതിയ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി, ഒരു ഇൻറ്റ്യൂഷൻ പോലെ പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു, ഇത്രയധികം സാമ്യതകള്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, ഇതൊക്കെ വെറും ഒരു കെട്ടുകഥയാണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും സന്ദേശം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ സോഴ്സിന്റെ ഫൈനൽ അഭിപ്രായം എന്താണെന്ന് നോക്കാം. നമ്മുടെ സോഴ്സ് എത്തിച്ചേരുന്ന നിഗമനം ഇതാണ്: എറിന്റെ മിത്ത് വെറും ഒരു ഭാവനയിൽ വിരിഞ്ഞ കഥയല്ല, മറിച്ച് സോക്രട്ടീസും പ്ലേറ്റോയും അവരുടെ കാലഘട്ടത്തിലെ ആളുകൾക്ക് മനസ്സിലാകുന്ന പുരാണകഥയുടെ രൂപത്തിൽ നൽകിയ ഒരു ദൈവിക സന്ദേശമാണിത്. അപ്പോ ഈ ഒരു വിശകലനം നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് കൊണ്ടുപോയി നിർത്തുന്നത്. ഇതുപോലെ നമ്മൾ വെറും കെട്ടുകഥകളായി തള്ളിക്കളയുന്ന പുരാണങ്ങളിൽ സത്യത്തിന്റെ ചില കണികകൾ ഒഴിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എടുത്തു വായിക്കേണ്ട, വീണ്ടും ചിന്തിക്കേണ്ട കഥകള് വേറെ ഏതൊക്കെയുണ്ടാവും? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം. നന്ദി.